വിക്രമാദിത്യ രാജാവിൻ്റെ സേവകനായിരുന്നു ബ്രാഹ്മണോത്തമനായ വരരുചി. സകല ശാസ്ത്ര പാരംഗതനും നല്ല പൗരാണികനും ആയിരുന്നതിനാൽ രാജാവിന് ശാസ്ത്രസംബന്ധമായോ പുരാണ സംബന്ധമായോ വല്ല സംശയവും നേരിട്ടാൽ ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് അത് തീർക്കുക പതിവ്. അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം രാജാവ് രാമായണത്തിൽ പ്രധാനമായ വാക്യമേതാണ് എന്ന് ഈ ബ്രാഹ്മണനോട് ചോദിച്ചു. ഈ ചോദ്യത്തിന് തക്കതായ ഉത്തരം പറയാൻ തോന്നായികയാൽ വരരുചി വളരെ വിഷണ്ണനായിത്തീർന്നു. ഉടനെ രാജാവ് എന്നാൽ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞ് 41 ദിവസം കഴിയുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പറയണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ താൻ ഇവിടെ വരണമെന്നില്ല, എനിക്ക് തന്നെ കാണുകയും വേണ്ട എന്ന് പറഞ്ഞു. രാജാവിൻ്റെ ഈ കൽപ്പന കേട്ടപ്പോൾ വരരുചിയുടെ ഹൃദയം വിഷാദവും വിചാരവും കൊണ്ട് നിറഞ്ഞു. ഉടനെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു. തദനന്തരം വരരുചി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പല യോഗ്യന്മാരെയും കണ്ട് ചോദിച്ചു. എങ്കിലും രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും വാക്യങ്ങളും പ്രാധാന്യം തന്നെ, അല്ലാതെ അതിനുണ്ടോ വ്യത്യാസം എന്നും മറ്റും പലരും പറഞ്ഞു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. ബ്രാഹ്മണന് വ്യസനം സഹിക്കവയ്യാതെയായി. രാജാവിൻ്റെ അടുക്കലുള്ള സേവ പോകുമെന്ന് തന്നെയുമല്ല, സർവജ്ഞനെന്ന് സർവരാലും സമ്മതിക്കപ്പെട്ടിരിക്കുന്ന തനിക്ക് ഇതറിഞ്ഞുകൂടെന്ന് വരുന്നത് ഏറ്റവും അപമാനകരവുമാണല്ലോ. ഈ അപമാനം സഹിച്ചുകൊണ്ട് സ്വദേശത്ത് താമസിക്കുന്നതിലും ഭേദം മരിക്ക തന്നെയാണ് എന്നിങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടും ഭക്ഷണവും കഴിക്കാതെ ആ സാധു ബ്രാഹ്മണൻ പകൽ മുഴുവനും അലഞ്ഞു നടന്നു. രാത്രിയായപ്പോൾ ഒരു വനാന്തരത്തിൽ ഒരാൽത്തറയുടെ അടുക്കൽ ചെന്നു ചേർന്നു. വിശപ്പും ദാഹവും ക്ഷീണവും വ്യസനവും സഹിക്കവയ്യാതെ ആ ആൽത്തറയിൽ കയറിക്കിടന്നു. ഉടനെ ക്ഷീണം കൊണ്ട് മയക്കവുമായി. അദ്ദേഹം കിടന്ന സമയം വനദേവതന്മാർ എന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് കിടന്നത്. നേരം ഏകദേശം പാതിരയായപ്പോഴേക്കും ചില ആകാശസഞ്ചാരികളായ ദേവതമാർ ആ ആലിന്മേൽ വന്നുകൂടി. ആ ആലിന്മേൽ സ്ഥിരവാസിനികളായ ദേവതമാരെ വിളിച്ച്, നിങ്ങൾ വരുന്നില്ലേ? ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രസവമുണ്ട്, ഞങ്ങൾ അവിടെ പോവുകയാണ്. ചോരയും നീരും കുടിക്കണമെങ്കിൽ വരുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആലിന്മേലിരുന്ന ദേവതമാർ, ഞങ്ങൾക്ക് വരാൻ നിവർത്തിയില്ല. ഇവിടെ ഒരു വിശിഷ്ടനായ ബ്രാഹ്മണൻ വന്ന് കിടക്കുന്നു. ഇദ്ദേഹം സ്വരക്ഷാർത്ഥം ഞങ്ങളെ പ്രാർത്ഥിച്ചു കൊണ്ടാണ് കിടന്നത്. അതിനാൽ നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ ഇതിലേ വന്ന് വിവരം പറഞ്ഞു വേണം പോകാൻ എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ആ വനദേവതമാർ പോവുകയും ചെയ്തു. അന്ത്യയാമമായപ്പോൾ വരരുചി ഉണർന്നുവെങ്കിലും വ്യസനത്തോടുകൂടി ഓരോന്നും ഓർത്ത് കണ്ണുമടച്ച് കിടന്നതല്ലാതെ എണീറ്റില്ല. അപ്പോൾ മുമ്പേ പോയ ദേവതമാർ വീണ്ടും അവിടെ വന്നു ചേർന്നു. ഉടനെ ആൽമേലുണ്ടായിരുന്ന ദേവതമാർ, പ്രസവം എവിടെയായിരുന്നു, കുട്ടി എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ദേവതമാർ, ഒരു പറയൻ്റെ അവിടെയായിരുന്നു പ്രസവം, കുട്ടി പെണ്ണാണ് എന്ന് പറഞ്ഞു. അവളെ വിവാഹം ചെയ്യുന്നത് ആരായിരിക്കും എന്ന് ആൽമേലുണ്ടായിരുന്നവർ വീണ്ടും ചോദിച്ചപ്പോൾ വന്നവർ, അത് മാം വിധി എന്നറിഞ്ഞുകൂടാത്ത ഈ വരരുചിയാണ്. നേരം വെളുക്കാറായി, ഞങ്ങളിനി താമസിക്കുന്നില്ല, ശേഷമൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞ് ഉടനെ പോവുകയും ചെയ്തു. ഏറ്റവും ബുദ്ധിശാലിയായ വരരുചിക്ക് ദേവതമാരുടെ ഈ വാക്ക് കേട്ടപ്പോൾ തൻ്റെ കാര്യം സാധിച്ചതിലുള്ള സന്തോഷവും ഭാവിയായ അധപ്പതനത്തെക്കുറിച്ച് വിചാരിച്ചുള്ള വിഷമവും ഒന്നുപോലെ ഹൃദയത്തിൽ തിങ്ങിവശായി. അധപ്പതനം കൂടാതെ കഴിക്കുന്നതിന് തക്കതായൊരു ഉപായം ആലോചിച്ച് നിശ്ചയിച്ചുകൊണ്ടും സന്തോഷത്തോടു കൂടി എഴുന്നേറ്റു. അപ്പോഴേക്കും നേരം വെളുക്കയാൽ ഉടനെ അവിടെ നിന്നും പുറപ്പെട്ടു. 41 ദിവസമായിട്ടും വരരുചിയെ കാണാഞ്ഞിട്ട് രാജാവിന് വിഷാദമായി തീർന്നു. എങ്കിലും സഭാവാസികളായ വിദ്വാൻമാർക്കെല്ലാം വളരെ സന്തോഷമാണുണ്ടായത്. വരരുചി അവിടെ ഉണ്ടായിട്ടാണ് രാജാവ് അവരെ വേണ്ടവണ്ണം ആദരിക്കാത്തതും അവരുടെ ഖ്യാതി പൊങ്ങാത്തതും എന്നും മറ്റും വിചാരിച്ച് അവർക്കെല്ലാവർക്കും വരരുചിയെക്കുറിച്ച് അത്യന്തം അസൂയുണ്ടായിരുന്നു. രാജസഭ കൂടിയപ്പോൾ രാജാവ്, കഷ്ടം, നമ്മുടെ വരരുചിയെ കണ്ടില്ലല്ലോ, അദ്ദേഹം അവമാനം വിചാരിച്ച് പ്രാണത്യാഗം ചെയ്തോ, രാജ്യം വിട്ടു പോയോ എന്തോ? അതില്ല, സർവശാസ്ത്ര തത്വജ്ഞനും വിശിഷ്ടനുമായ അദ്ദേഹം ഏത് വിധവും നമ്മുടെ ചോദ്യത്തിന് തക്കതായ മറുപടി മനസ്സിലാക്കിക്കൊണ്ട് വരാതെ ഇരിക്കുകയില്ല എന്നും മറ്റും വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്തോഷസമേതം വരരുചി അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ മുഖപ്രസന്നത കണ്ടപ്പോൾ തന്നെ കാര്യം സാധിച്ചു എന്ന് രാജാവിനും സഭാവാസികളായ എല്ലാവർക്കും മനസ്സിലായി.
ഉടനെ രാജാവ് എന്തായി മനസ്സിലായോ എന്ന് ചോദിച്ചു. വരരുചി ദേവകാരുണ്യത്താലും ഗുരുകടാക്ഷം കൊണ്ടും മാന്യന്മാരായ നിങ്ങളുടെയൊക്കെ അനുഗ്രഹ മാഹാത്മ്യത്താലും ഒരുവിധം മനസ്സിലായി എന്ന് തന്നെ പറയാം. രാജാവ് ഏത് ശ്ലോകമാണ്, ഏത് വാക്യമാണ് കേൾക്കട്ടെ? വരരുചി രാമായണത്തിൽ പ്രധാനമായ ശ്ലോകം രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള വാക്യം മാം വിദ്ധി ജനകാത്മജാം എന്നുള്ളതാണ്. ഇത് കേട്ടപ്പോൾ സഭയിലുണ്ടായിരുന്നവരെല്ലാം ശരി ശരിയെന്ന് ഐകകണ്ഠേന സമ്മതിച്ചു. രാജാവ് സന്തോഷസമേതം എണീറ്റ് വരരുചിയുടെ കൈക്ക് പിടിച്ച് അർത്ഥാസനം കൊടുത്തിരുത്തി. പിന്നെ വില തീരാതെ കണ്ടുള്ള ആഭരണങ്ങളും അനവധി സുവർണ രത്നങ്ങളും അദ്ദേഹത്തിന് സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിച്ചു. തദനന്തരം വരരുചി മേൽപ്പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം 10 വിധത്തിൽ വ്യാഖ്യാനിച്ചു രാജാവിനെ കേൾപ്പിച്ചു. അല്ലയോ താത, രാമം ദശരഥം വിദ്ധി, രാമനെ ദശരഥനെന്നറിഞ്ഞാലും നിന്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനായ ദശരഥനെ പോലെ വിചാരിച്ചു കൊള്ളണം എന്ന് താൽപ്പര്യം. ജനകാത്മജാം മാം വിദ്ധി, ജനകാത്മജയെ അതായത് സീതയെ എന്നെപ്പോലെ വിചാരിച്ചു കൊള്ളണം. അടവിയും അയോധ്യാം വിദ്ധി, അടവിയെ അയോധ്യയെപ്പോലെ വിചാരിച്ചു കൊള്ളണം. യഥാസുഖം ഗച്ഛ, സുഖമാകും വണ്ണ ഗമിച്ചാലും എന്ന്. ഇത് പറഞ്ഞത് ഈ ശ്ലോകം ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനവാസത്തിനായി പുറപ്പെട്ടപ്പോൾ മാതൃപാദങ്ങളെ വന്ദിച്ച് യാത്ര പറഞ്ഞ ലക്ഷ്മണനോട് സുമിത്ര പറഞ്ഞതാണ്.